നമസ്കാരം. ഡിജിറ്റൽ പേയ്മെന്റിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. പക്ഷെ സാധാരണക്കാരൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കാരണം അതിന്റെ സേഫ്റ്റിയെ കുറിച്ചുള്ള ഒരു ഭയമാണ്. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്ത ഡിജിറ്റൽ പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ്. അതായത് ഭീം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പാണ് ഭീം. ഭാരത് ഇന്റർഫേസ് ഫോർ മണി എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. ഡോക്ടർ ഭീമറാവ് അംബേദ്കറിന്റെ ആ ഒരു ഫസ്റ്റ് നെയിം, അതായത് ഭീം, ആ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഈ പേയ്മെന്റ് ആപ്പിന് ഭീം എന്ന പേര് തെരഞ്ഞെടുത്തത് തന്നെ. ഈ ഭീം എന്ന് പറയുന്ന ആപ്പിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇത് UPI ഉപയോഗിച്ച്, അതായത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ബേസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുന്നത്. നാം സാധാരണ കേൾക്കുന്ന പേടിഎം അല്ലെങ്കിൽ ഫോൺ പേ, ആമസോൺ പേ, ഇതെല്ലാം UPI ബേസ്ഡ് ആണ്. അപ്പോൾ UPI ബേസ്ഡ് ആയിട്ട് ആദ്യം ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പാണ് ഭീം. ഏറ്റവും സേഫ് ആണ് ഇതെന്നും പറയാം. അപ്പോൾ ഇതിന്റെ ഒന്ന് രണ്ട് ഗുണങ്ങൾ കൂടി ഞാൻ പറയാം. ഭീമിൽ ഒരു വാലറ്റ് ഇല്ല. ക്യാഷ്, അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നേരിട്ട് ആ അക്കൗണ്ട് ടു അക്കൗണ്ട് ആണ് ട്രാൻസ്ഫർ ആവുന്നത്. ഇടയ്ക്ക് വാലറ്റ് ഇല്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഗവൺമെന്റ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. ഇനി RBI, അതുപോലെ IBA, ബാങ്കുകളുടെ അസോസിയേഷനാണ് IBA, ഇവരെല്ലാവരും അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ UPI പേയ്മെന്റ്. അപ്പൊ ഇതെല്ലാം ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനെ വിശ്വസിക്കാം. കൂടാതെ ഈ UPI എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യ ലോഞ്ച് ചെയ്തതിന് ശേഷം പല ഡെവലപ്ഡ് കൺട്രീസും ഇതിനെ കോപ്പി ചെയ്ത് അവിടെയും അവരുടെ പേയ്മെന്റ് മെത്തേഡുകൾ ഇതുപോലെ ഉണ്ടാക്കുകയുണ്ടായി. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു രീതിയാണ് UPI, അതുപോലെ ഭീം എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ ഇനി നമുക്ക് ഒരാൾക്ക് പൈസ അയക്കാനോ ബാങ്കിലെ ഒരു ഇടപാടിനും വേണ്ടി നമുക്ക് ബാങ്കിലേക്ക് പോകാതെ നമ്മുടെ മൊബൈലിൽ തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കും, വളരെയധികം സെക്യൂരിറ്റിയോട് കൂടി തന്നെ. എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഭീം എന്ന് പറയുന്ന ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഭീം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് കാണും. അതിന്റെ ഐക്കോൺ ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. അത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഏത് ഭാഷയാണ് വേണ്ടതെന്നാണ്. മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. നമുക്ക് ഏത് ഭാഷയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് വരുന്ന ഓപ്ഷൻ, നമ്മളുടെ മൊബൈലിൽ ഇപ്പോൾ 2 സിം ഉണ്ടെങ്കിൽ അത് ഏത് സിം ആണ് യൂസ് ചെയ്യേണ്ടതെന്നാണ്. അതായത് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് നമ്പറിനോട് ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പർ നമ്മുടെ ഈ മൊബൈലിൽ ഉണ്ടായിരിക്കണം. ആ സിം ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ എന്റെ ഇതിൽ എയർടെൽ സിം ആണ്, അതുകൊണ്ട് ഞാൻ എയർടെൽ സെലക്ട് ചെയ്യുകയാണ്. ഇതിൽ നിന്ന് ഒരു മെസ്സേജ് പോവും. ഇപ്പൊ നമുക്ക് മെസ്സേജിന് പ്രത്യേകിച്ച് ചാർജ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. അത് ഒന്ന് വെരിഫൈ ചെയ്യും. അതായത് ഇവിടെ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ട് തിരിച്ചൊരു പാസ്വേഡ് ആണ് വരുന്നത്. ഇപ്പൊ അത് കഴിയുമ്പോൾ ആ പാസ്വേഡ് നമ്മൾ അതിൽ ഇടണം. അതുപോലെ തന്നെ ഒരു ആപ്പ് തുറക്കാനായിട്ട് നമ്മളൊരു 4 ഡിജിറ്റ് കോഡ് ഇടണം. അതായത് ഈ ആപ്പിന്റെ ഫസ്റ്റ് സെക്യൂരിറ്റി ലെയർ ആണിത്. ഈ പിൻ നമ്പർ ഇട്ടില്ലെങ്കിൽ, പാസ് കോഡ് എന്നാണ് ഇതിന് പറയുന്നത്, ഈ പിൻ നമ്പർ ഇട്ടില്ലെങ്കിൽ ഈ ആപ്പ് തുറക്കില്ല. അപ്പൊ അത് നമ്മൾ ഒരു പ്രാവശ്യം ഇടുക. അത് കഴിഞ്ഞ് ഒന്നുകൂടി അത് റീ എൻറ്റർ ചെയ്യാൻ പറയും. അതും കൂടി ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ വരുന്ന ഒരു സ്ക്രീനാണ്. ഇനി നമ്മളുടെ ബാങ്ക് ഏതാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഇതിൽ ഒരുപാട് ബാങ്കുകളുണ്ട്. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന എല്ലാം നമ്മുടെ ബാങ്ക് ഉണ്ടാവും. അപ്പൊ എന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, എസിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് കുറച്ച് താഴെയാണ്. താഴേക്ക് പോയി കഴിയുമ്പോൾ ആ പേര് കാണാൻ സാധിക്കും. ഇപ്പൊ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ നമ്മുടെ ആ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറിന്റെ അവസാനത്തെ 4 അക്കമാണ് കാണിക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിന്റെ താഴെയായിട്ട് കാണിച്ചിട്ടുണ്ട് 6 ഡിജിറ്റ് പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട്. ഇത് ചില ബാങ്കിന് 4 ഡിജിറ്റ് ആണ്, ചില ബാങ്കിന് 6 ഡിജിറ്റ് ആണ്. SBI സംബന്ധിച്ചത് 6 ഡിജിറ്റ് ആണ്. ഇത് രണ്ടാമത്തെ പാസ്വേഡ് ആണ്. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും ഈ പാസ്വേഡ് ഇത് ചെയ്യേണ്ടി വരും. ആ പാസ്വേഡ് ഇട്ട് കഴിയും. അതായത് അത് കാണിക്കും സെറ്റ് UPI പിൻ കാണിക്കും. അത് നമ്മൾ ഓക്കെ അടിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ആ അക്കൗണ്ടിന്റെ അതിന്റെ കൂടെ തന്നിരിക്കുന്ന ATM കാർഡിന്റെ അവസാനത്തെ 6 ഡിജിറ്റ് ആണ് അവിടെ എൻട്രി ചെയ്യേണ്ടത്.
അതിനുശേഷം ആ കാർഡ് എന്നുവരെ വാലിഡ് ആണ് എന്നുള്ള ആ മന്തും ഇയറുമാണ്. ഈ ഒരു പ്രൊസീജിയർ ഏത് UPI ഇന്റർഫേസ് അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ ഈ കാർഡിന്റെ ഡീറ്റെയിൽ അയച്ചു കഴിയുമ്പോൾ വീണ്ടും ഒരു OTP വരും നമ്മളുടെ ബാങ്കിന്റെ സൈഡിൽ നിന്ന്. ആ OTP നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഈ പിൻ നമ്പർ ഇടുന്ന ആ ഭാഗമൊന്നും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ മൊബൈലിൽ വരുമ്പോൾ സാധാരണ OTP വരുന്ന പോലെയാണ്. സാധാരണ ആ ഒരു OTP കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ അക്കൗണ്ട് ഇതിൽ സെറ്റായി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മളുടെ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ബാങ്ക് ഏതാണോ അത് കാണിക്കുകയും ചെയ്യും. ഇതുപോലെ നിങ്ങൾ 2 or 3 ബാങ്ക് ആഡ് ചെയ്ത് വയ്ക്കണം എന്നുണ്ടെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ എന്റെ SBI എന്ന് പറയുന്ന ഒരു ബാങ്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ആ സ്ക്രീനിൽ നോക്കുക, ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത്. ആദ്യം നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന്റെ ഇപ്പൊ ആ ഒരു റെഡ് സർക്കിൾ ചെയ്തിരിക്കുന്ന സ്കാൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ അതെടുക്കുക. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം ബിൽ കൗണ്ടറിന്റെ അടുത്ത് ഒരു QR കോഡ് വെച്ചിട്ടുണ്ടാവും. ആ QR കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യാനായിട്ട് അത് എഴുതിയിരിക്കുന്നത് Paytm എന്നായാലും ഫോൺ പേ എന്നായാലും ആമസോൺ പേ എന്നായാലും എന്തായാലും QR കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഭീം വെച്ച് പേ ചെയ്യാൻ സാധിക്കും. ആ സ്കാൻ എന്ന് പറയുന്നതിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആ ഒരു ബാക്ക് ക്യാമറ ഓൺ ആവുകയും അത് സ്കാൻ ചെയ്തിട്ട് ആ വെണ്ടറിന്റെ പേര്, ആ കടക്കാരന്റെ പേര് കാണിക്കും. എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് എൻട്രി ചെയ്ത് നമ്മളിപ്പോൾ അവസാനം എഴുതിയ ആ ഒരു കോഡ് ഉണ്ടല്ലോ, 6 ഡിജിറ്റ് അല്ലെങ്കിൽ 4 ഡിജിറ്റ് കോഡ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ പേയ്മെന്റ് അവർക്ക് പോകും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കും മെസ്സേജ് വരും, അവർക്കും മെസ്സേജ് വരും. അപ്പൊ അങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ഒരാൾക്ക് സെൻഡ് മണി, അതായത് ഒരു വ്യക്തിക്ക് പൈസ അയക്കണം എന്ന് വെക്കുകയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. 2 ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോണ്ടാക്ട്, അതായത് നമ്മുടെ കോണ്ടാക്റ്റിൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള ഒരാള്, അയാൾക്ക് ഒരു UPI അല്ലെങ്കിൽ ഭീമിൽ ID ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പേര് കാണിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭീം ആപ്പിൽ ഏത് അക്കൗണ്ടാണോ അയാൾ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമ്മളൊന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, നേരെ ആ അക്കൗണ്ടിലേക്ക് പോകും. ഇനി ചിലപ്പോൾ ഭീം ആക്ടിവേറ്റ് ചെയ്യാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് നടത്താത്ത ഒരാളായിരിക്കും. പക്ഷെ അയാളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷനാണ് അക്കൗണ്ട് പ്ലസ് IFSC എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഗൈൻ നമ്മൾ ഒന്നുകൂടി ആ ബാങ്കിന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് പിൻ നമ്പർ എൻട്രി ചെയ്യണം. ആ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. 3ാമത്തെ ഓപ്ഷൻ, അയാൾ ഒരു UPI ID തരികയാണ്. ഇപ്പൊ നിങ്ങൾ ഭീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ UPI ID എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ @UPI എന്നാണ്. അതുപോലെ പല ആപ്പുകളിലും പല ID ആണുള്ളത്. ആർക്കാണോ നമ്മൾ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അയാൾക്കുടെ UPI ID നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ഈ UPI ID എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു കോളത്തിൽ അത് എഴുതുക. അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പോൾ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ്. എമൗണ്ട് എത്രയാണോ ടൈപ്പ് ചെയ്യുക, അത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് ഇടുക. അപ്പൊ നമുക്ക് ഈ ഒരു മാർഗത്തിലൂടെ ആർക്കും മൊബൈലിലൂടെ വളരെ സേഫ് ആയിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ഓപ്ഷനാണ് അപ്രൂവ് ടു പേ. അതായത് നമ്മൾ ഓൺലൈൻ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുകയാണ്, ഓൺലൈൻ എന്തെങ്കിലും ഇപ്പൊ ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമുക്ക് ഭീം വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ സ്കാൻ ചെയ്യാനോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അവിടെ പേ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ പോയിട്ട് ആ UPI ID എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ ഈ ഭീമിന്റെ ID ഇട്ട് കൊടുക്കുക. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ @UPI എന്നിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഈ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ അപ്രൂവ് ടു പേ എന്നുള്ളതിന്റെ മുകളിലായിട്ട് ഒരു ചുമന്ന കുത്ത് കാണിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് നോക്കുക. ഈ എമൗണ്ട് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പിൻ നമ്പർ ഇട്ടാൽ ഈ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഓൺലൈൻ മർച്ചന്റിന് പൈസ പോകുന്നതായിരിക്കും. കൺഫർമേഷൻ 1-2 സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പൊ ഈ അപ്രൂവ് ടു പേ എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആർക്കാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ പേര് തന്നെയാണോ, എമൗണ്ട് അത് തന്നെയാണോ, ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് റിക്വസ്റ്റ് മണി. ഇപ്പോ ഒരാളിൽ നിന്ന് നമുക്ക് പൈസ വേണം. അപ്പോൾ കുറച്ച് തെറ്റുകൾ ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ മൊബൈൽ നമ്പർ എഴുതുമ്പോഴോ അല്ലെങ്കിൽ പേര് എഴുതുമ്പോഴോ അക്കൗണ്ട് നമ്പർ എഴുതുമ്പോഴോ ഒക്കെ ഉള്ള ആ ഒരു ചെറിയ
ഒരു മിസ്റ്റേക്കുകളൊക്കെ വരാലോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് അയാളുടെ ഫോൺ നമ്പർ ഭീമിൽ രജിസ്റ്റേർഡ് ആണ് എന്നുണ്ടെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് ഇത്ര രൂപ എനിക്ക് വരാനുണ്ട് എന്ന് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ ആ റിക്വസ്റ്റ് അയാളുടെ കയ്യിൽ അപ്രൂവ് ടു പേ എന്ന് പറയുന്ന ആ ഒരു കോളത്തിലാണ് ചെല്ലുന്നത്. അയാൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് പൈസ വരും. ബാക്കി ബില്ലുകൾ പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിൽ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ബാക്കി IPO അതെല്ലാം ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് സാധാരണ ഒരാൾക്ക് അത്ര ഉപയോഗം വരും എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഭീം ആപ്പ് ഉപയോഗിച്ച് വളരെയധികം സേഫ് ആയിട്ട് ചെയ്യാവുന്നത്. അതായത് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് പൈസ കൊടുക്കാനോ വാങ്ങാനോ സാധിക്കും, ബില്ലുകൾ പേ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മളുടെ മൊബൈലിലൂടെ വളരെ സേഫ് ആയിട്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിന് ബാങ്കിലേക്ക് പോകണം, ബാങ്കിൽ ചെന്ന് ലൈൻ നിന്ന് അത്രയും സമയം അങ്ങോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതെല്ലാം ഒഴിവാക്കി ഗവൺമെന്റ് തന്നെ നമുക്ക് തന്ന ഈ ആപ്പ് എല്ലാവരും ഉപയോഗിച്ച് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. സാധാരണക്കാരന് സഹായകമാവുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.